ഹായ് ഹലോ അലൈൻ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി അവൾക്ക് തിരിച്ച് നിങ്ങളോടും ആ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചധികം ടിപ്സ് ഉണ്ട്. ഏകദേശം ഒരു 4 ടിപ്പ്. ഈ 4 കാര്യങ്ങൾ എന്താണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കെയറിങ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നീ ഫുഡ് കഴിച്ചോ, നീ വെള്ളം കുടിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്നും അല്ലാതെ അവള് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതായത് അവൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ ഡേറ്റ്. നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഡേറ്റിൽ ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് വിഷ് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇപ്പോൾ അവൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അവളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇന്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ, ഇതൊരു ഉദാഹരണമാണ്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അവളോട്, ഇന്നല്ലേ നിനക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, എന്തായി, നീ പോയോ, നിനക്ക് കിട്ടിയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് തോന്നും നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ ഇതേപോലെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് തിരിച്ച് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ലക്ഷ്യമാണ്. അതായത് ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായ ഒരു ലക്ഷ്യബോധം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കണം, നല്ലൊരു ജോലി നാളെ വാങ്ങിക്കണം, നന്നായിട്ടൊരു വീട് വെക്കണം, നല്ല രീതിയിൽ നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് നോക്കണം, നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടി ക്യാപ്ചർ ചെയ്ത് എടുക്കും. എന്നിട്ട് വിചാരിക്കും, ഇവന് നല്ല ലക്ഷ്യബോധമുള്ള ഒരാളാണ്, അതായത് ഭാവിയിലേക്ക് ഒരു കരുതലുണ്ട്, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും. ഇങ്ങനെയൊരു ചിന്ത അവൾക്ക് ഉണ്ടാവാനും അത് നിങ്ങളിലേക്ക് ആ ഒരു പെൺകുട്ടീനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഒരു കുഞ്ഞു കമന്റും എനിക്ക് വലിയ മോട്ടിവേഷനാണ്. നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്സ് ആണ്. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടിപ്പോയിട്ട് കോംപ്ലിമെന്റ്സ് കൊടുക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമൃതാണെങ്കിലും അധികമായാൽ വിഷമാണെന്ന്. ഇപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെയുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ നോക്കുന്ന കുട്ടി എങ്കിൽ അവളെ കാണുന്ന എല്ലാവരും പറയും, ഇന്ന് നിന്നെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, നിന്റെ കണ്ണൊക്കെ എഴുതിക്കുന്നത് നല്ല രസമാണ്, നിന്റെ ഡ്രസ്സിങ്, നിന്റെ ഹെയർ സ്റ്റൈൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവർ പുകഴ്ത്തി പറയും. ആ കൂട്ടത്തിലാണ് നിങ്ങളെ അവരും കാണത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പുകഴ്ത്തി പറയാതെ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ചെറിയൊരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം രാവിലെ മുതൽ ആ ഒരു പെൺകുട്ടി കാണുന്ന എല്ലാവരും പറയുകയാണ്, നിന്റെ കണ്ണ് കാണാൻ എന്ത് രസമാണ്, നിന്റെ മുടി, നിന്റെ ഡ്രസ്സ് തുടങ്ങി ഇങ്ങനെ പുകഴ്ത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓവറായിട്ട് അങ്ങോട്ട് കോംപ്ലിമെന്റ്സ് ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ അവൈലബിൾ ആകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആ ഒരു പെൺകുട്ടിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളിങ്ങനെ ഓടിച്ചല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട്, നിങ്ങൾക്ക് അതിൽ നിങ്ങളുടേതായ തിരക്കുകളുണ്ട് എന്നുള്ള രീതിയിൽ വേണം ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ എപ്പോഴും ഫ്രീ ആണ്, നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരും, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വലിയ കാര്യമൊന്നും തോന്നത്തില്ല. മറിച്ച്
ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാം, എനിക്ക് എൻ്റെതായ തിരക്കുണ്ട്, ഞാനൊരു കാര്യത്തിൽ ബിസിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടീനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ഇങ്ങനെ ഓടിച്ചെല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം. ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ പുറകെ വരാനും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി പറഞ്ഞ 4 കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയില്ല നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.